നിങ്ങൾ എന്തെങ്കിലും രഹസ്യം മറ്റൊരാളോട് പറയുകയാണെങ്കിൽ അയാളോട് നിങ്ങൾ ആദ്യം ചോദിക്കും, നീ ഇത് ആരോടെങ്കിലും പറയുമോ? എന്നാൽ അയാൾ പറയും, ഇല്ലില്ല, ഞാൻ ഇതൊരിക്കലും ആരോടും പറയില്ല. പക്ഷെ നിങ്ങൾ ആ രഹസ്യം അയാളോട് പറയും, ചിലപ്പോൾ അയാൾ പറയും, അല്ലെങ്കിൽ പറയാതിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഞാൻ ഒരിക്കലും പറയില്ല, ചെയ്യുകയില്ല, പറയുകയില്ല, കളിക്കുകയില്ല, ഇരിക്കുകയില്ല എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം? വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. എത്ര എളുപ്പമാണ് ഇംഗ്ലീഷ് ഗുരുവിന്റെ വീഡിയോകൾ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, നിങ്ങളോ? നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ, വി, യു, ദേ പ്ലൂറൽ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ എന്നിവ വന്നു കഴിഞ്ഞാൽ ഇതിലേത് വന്നാലും വില്ലാണ് ചേർക്കുന്നത്. എന്ത്? നമ്മൾ ചെയ്യും, പറയും, കളിക്കും, ഇരിക്കും, ഭാവിയിലേക്കുള്ള ഒരു കാര്യം പറയുന്നതിന് നമ്മൾ വില്ല് ചേർത്തതിന് ശേഷം ഇവിടെ പ്രസന്റ് വേർബ് ചേർക്കും എന്ന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച്, ഈ പ്രൊനൗൺസിനെ കുറിച്ച് അറിയാത്തവർ എൻ്റെ ആദ്യമുള്ള ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യും, പറയും, ഇരിക്കും, കളിക്കും എന്നൊക്കെ പറയാം. ഐ വിൽ ഡു ദാറ്റ്, ഞാനത് ചെയ്യും. ഐ വിൽ ഡു ദാറ്റ്. ഐ വിൽ സിങ്, ഞാൻ പാടും. ഐ വിൽ പ്ലേ ഇൻ ദ ഈവനിങ്, ഞാൻ വൈകുന്നേരം കളിക്കും. ഓക്കെ, അപ്പം ഞാൻ ചെയ്യും, പറയും, കളിക്കും എന്നൊക്കെ പറയുമ്പോൾ വില്ല് ചേർത്തപ്പോൾ, ഇനി ഞാൻ ചെയ്യുകയില്ല, പറയുകയില്ല, കളിക്കുകയില്ല, ഇരിക്കുകയില്ല, ഞാൻ കുളിക്കുകയില്ല, ഞാൻ അവിടെ പോവുകയില്ല എന്നൊക്കെ പറയാവുന്നതിന് ഇവിടെ വിൽ നോട്ട്, ഈ നോട്ട് ചേർത്തതിന് ശേഷം ഇവിടെ പ്രസന്റ് വേർബ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പ്രസന്റ് വേർബ്. ഇപ്പോൾ ഗോ എന്ന വാക്ക്, ഇവിടെ അതിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ്, ഇവിടെ വെന്റ് ചേർക്കുകയില്ല, ഇവിടെ ഗോ. അതുപോലുള്ള പ്രസന്റ് വേർബ്സ്, ബേസ് ഫോംസ് മാത്രമേ ചേർക്കുകയുള്ളൂ. ഇപ്പോൾ ടേക്കൺ, ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. ഇപ്പോൾ ടേക്കൺ എന്ന് ചേർക്കുകയില്ല, ഐ വിൽ ടേക്കൺ എന്ന് ചേർക്കുകയില്ല, ഐ വിൽ ബി ടേക്കൺ എന്നൊക്കെ പറയും. അത് മറ്റൊരു ഫോമാണ്, അത് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഫോം ഓർത്ത് വെക്കുക. ഞാൻ ചെയ്യുകയില്ല, കളിക്കുകയില്ല, ഇരിക്കുകയില്ല, ഞാൻ അവിടെ പോവുകയില്ല, ഞാൻ പറയുകയില്ല എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഈ ഫോമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് പണത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾ അടുത്ത വീട്ടിൽ പണത്തിന് കടം ചോദിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മറ്റൊരാൾ ചോദിച്ചു, അവൾ കടം തരുമോ എന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ പറയുകയാണ്, ഷി വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു ഗിവ് മണി ടു ദ പുവർ. ഷി വിൽ നോട്ട് ഹെസിറ്റേറ്റ്. ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുക. ഇങ്ങനെ നമ്മളൊരു ചെയ്യണോ, വേണോ, വേണ്ടയോ എന്ന് നിങ്ങൾ ശങ്കിച്ച് നിൽക്കൂലേ, സംശയിച്ച് നിൽക്കൂലേ. ഒരു നമ്മൾ ചെയ്യാതെ എന്താ വേണ്ടതെന്നൊരു മനസ്സോടെ ഇങ്ങനെ നിൽക്കില്ലേ, അതിനാണ് ഹെസിറ്റേറ്റ് എന്ന് പറയുക. ഷി വിൽ നോട്ട് ഹെസിറ്റേറ്റ്, അവളങ്ങനെ ശങ്കിച്ച് നിൽക്കുകയില്ല. ടു ഗിവ് മണി, പണം നൽകുന്നതിന്, ഗിവ് എന്ന് പറഞ്ഞാൽ നൽകുക, പണം നൽകുന്നതിന്. ടു ദ പുവർ, പാവപ്പെട്ടവർക്ക് പണം നൽകുന്നതിന് അവൾ ശങ്കിച്ച് നിൽക്കുകയില്ല. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് ഞാനൊരു സൈഡായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന് എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചാണ്, അതിന് നിന്റെ അച്ഛന്, വീട്ടുകാരെ സമ്മതിക്കോ? അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ കാര്യമാണ്, അന്ന് മലയാളത്തിലാണ് പറഞ്ഞത്, മൈ ഫാദർ വിൽ നോട്ട് ഇന്റർഫിയർ. ഇന്റർഫിയർ എന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കുക. മൈ ഫാദർ വിൽ നോട്ട് ഇന്റർഫിയർ ഇൻ മൈ പേഴ്സണൽ മാറ്റേഴ്സ്. എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നു, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഇടം തന്ന ഒരു വ്യക്തിയായിരുന്നു. മൈ ഫാദർ വിൽ നോട്ട് ഇന്റർഫിയർ, തടസ്സം നിൽക്കുകയില്ല, ഇൻ മൈ പേഴ്സണൽ മാറ്റേഴ്സ്, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ എൻ്റെ ഫാദർ തടസ്സം നിൽക്കുകയില്ല. ചെറുപ്പത്തിൽ അച്ഛനോട് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ, വല്ല പണമോ മറ്റെന്തെങ്കിലും കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് പറയാൻ പറയും, അച്ഛനോട് ചോദിക്കാൻ. അപ്പോൾ അമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് നേരിട്ട് അച്ഛനോട് പറഞ്ഞാൽ പോരെ? അപ്പോൾ നമ്മൾ പറയേണ്ട മറുപടിയാണ്, ഹി വിൽ നോട്ട് റെഫ്യൂസ്. റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക, നോ എന്ന് പറയുക. ഹി വിൽ നോട്ട് റെഫ്യൂസ്, അച്ഛൻ തള്ളിക്കളയുകയില്ല യുവർ റിക്വസ്റ്റ്, മമ്മിയുടെ റിക്വസ്റ്റ് അച്ഛൻ തള്ളിക്കളയുകയില്ല. അപ്പോൾ ചെയ്യുകയില്ല, പറയുകയില്ല, കുളിക്കുകയില്ല, ഞാൻ പോവുകയില്ല എന്നൊക്കെ പറയാൻ വിൽ നോട്ട് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ പ്രസന്റ് വേർബ് ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ എക്സാമ്പിൾസിലേക്ക് ഞാൻ കടക്കാത്തത് കാരണം വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയ വിൽ നോട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു സെന്റൻസ് ഉണ്ടാക്കിയതിന് ശേഷം കമന്റ് ചെയ്യുക. ആ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചയച്ച് തരുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇങ്ങനെ കമന്റ് ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് അത് സെന്റൻസ് പഠിക്കാനും മറ്റുള്ളവർക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ആകാനും സാധിക്കും. അത് മാത്രമല്ല, എനിക്ക് നിങ്ങൾ ചെയ്തു തരുന്ന വലിയൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ കമന്റ്. അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ഒക്കെ കമന്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്നെ എന്ത് പറയാനുണ്ടെങ്കിലും
ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ നാളെ വീട്ടിലുണ്ടാകും എന്നെങ്ങനെ പറയും? നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നീ നാളെ വീട്ടിലുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വൈകുന്നേരം ഞാൻ വീട്ടിലുണ്ടാകും എന്നെങ്ങനെ പറയാം? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.